നോക്കൂ, ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമാണെന്ന് കരുതുന്നില്ല. നിരവധി തിരുത്തലുകൾ വരുത്താനുണ്ട്. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണെന്ന് ഓർക്കണം. അതിൽ പോലും തിരുത്തലുകൾ വേണ്ടിവരുമെന്നാണ് കെ ജയകുമാർ പറഞ്ഞത്. അതായത് അവിടുത്തെ വിവാദങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തണുപ്പിക്കാൻ, എല്ലാം തിരുത്താൻ നിയോഗിക്കപ്പെട്ട ഒരാൾ തന്നെ വീണ്ടും വന്നത് പറയുന്നുവെങ്കിൽ ഇപ്പോഴും ക്രമപ്പെട്ടിട്ടില്ല ഒന്നും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കേൾക്കാമോ? കേൾക്കാം. അങ്ങയോടായിരുന്നു ചോദ്യം കേട്ടില്ല ഞാൻ. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ല, തിരുത്തേണ്ടി വരും എന്നാണ് ഇന്ന് കെ ജയകുമാർ പറഞ്ഞത്. ഈ കെ ജയകുമാർ ആരാണ്? അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാൻ, തിരുത്താൻ, എല്ലാം തിരുത്തി നേരെയാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹം വരെ വന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ദേവസ്വം ബോർഡിന് സംഭവിച്ചു എന്ന് പറയുന്നുവെങ്കിൽ ഇപ്പോഴും നേരെയായിട്ടില്ല ഒന്നും, അല്ലേ? അതെ, കേരളത്തിലെ ഏറ്റവും മുതിർന്ന സിവിൽ സർവീസിലെ സിവിൽ സർവന്റ് ആയിട്ടുള്ള ജയകുമാർ IAS എന്ന് പറയുന്ന വ്യക്തിയുടെ ഗതികേടാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. നാളെ ഞാൻ അങ്ങോട്ട് ഇതെല്ലാം ശരിയാക്കി മാറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് പ്രവേശിച്ചത്, അല്ലെ ദേവസ്വം ബോർഡിലേക്ക് പ്രവേശിച്ചത് തന്നെ. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായി അറിയാമായിരുന്ന ഒരു വസ്തുതയാണ്. കാരണം അവിടുത്തെ ട്രേഡ് യൂണിയനിസം, അവിടുത്തെ കെടുകാര്യസ്ഥത തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീ ജയകുമാറിന് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ തന്നെ ജനം TV എഴുതി കാണിക്കുന്നുണ്ട്, വൈക്കം സബ് ഗ്രൂപ്പിലെ ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു, മോഷണം, തിരിമറി, തട്ടിപ്പ്. അതാണ് നമ്മൾ ഇപ്പോൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട്, കള്ളം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും, ഇടതുപക്ഷത്തെ സാധാരണക്കാര് പോലും സമ്മതിച്ചൊരു വസ്തുതയാണ്. ഇനി അതിന്റെ തുകയെ പറ്റിയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ ശബരിമലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതു മുന്നണിക്കും ദേവസ്വം ബോർഡിനും ഒരൊറ്റ നയം മാത്രമേ ഉള്ളൂ. എന്താണ് അവരുടെ നയം? കാട്ടിലെ ക്ഷേത്രം ഭക്തരുടെ പണം എടുക്കുമടാ എടുക്കും. ഇതാണ് ഇടതു മുന്നണിയുടെയും ദേവസ്വം ബോർഡിന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം. ഇതിനു വേണ്ടി ഇവരുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. കേരളത്തിലെ കള്ളത്തരങ്ങൾക്കും കൊള്ളത്തരങ്ങൾക്കും കൊള്ള ചെയ്യാനുമുള്ള പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമായി ഊരാളുങ്കൽ സൊസൈറ്റി ഇന്ന് പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, നീണ്ടകരയ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഈ ചർച്ച ഉണ്ടാകുന്നതിന് വരെ, ശബരിമലയിലെ ഈ ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാകുന്നത് വരെ പൊതുസമൂഹത്തിന്റെ വിചാരം എന്തായിരുന്നു? ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തോ ഒരു സ്ഥാപനമാണ്, IIT പോലെ IIM പോലെ എന്തോ ഒരു സ്ഥാപനമാണെന്നായിരുന്നു പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന ഗവേഷണ പാഠ്യപദ്ധതികൾ ഉള്ള സ്ഥാപനങ്ങൾക്കാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് സാധാരണ വാക്ക് വെക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ട് ഊരാളുങ്കലിന്റെ ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കറപ്ഷൻ പഠിപ്പിക്കുന്ന, കൺസ്ട്രക്ഷൻ അല്ല കറപ്ഷൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്നുള്ള വസ്തുത ഇന്നാണ് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയാൻ തുടങ്ങിയത്. അത് ശുദ്ധമായ തട്ടിപ്പാണ്, ശുദ്ധമായ വെട്ടിപ്പാണ്. അവർ ചെയ്യുന്ന പ്രവർത്തികൾ നോക്കൂ. ഈ ശബരിമലയിലെ ആഗോള തട്ടിക്കൂട്ട് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ദേവസ്വം ബോർഡ് ആരുമായിട്ടാണ് കരാറുണ്ടാക്കിയത്? ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ടാണ് കരാറുണ്ടാക്കിയത്. അവരെന്ത് ചെയ്തു? അത് ഉപകരാർ കൊടുത്തു. ആർക്ക്? അവരുടെ തന്നെ സ്ഥാപനത്തിന്. ഇപ്പൊ അച്ഛനൊരു കോൺട്രാക്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ അച്ഛന്റെ കോൺട്രാക്ട് അച്ഛൻ മകന് കൊടുക്കുന്ന പോലെ തന്നെ എന്ന് വെച്ചാൽ ഊരാളുങ്കലിൽ കോൺട്രാക്ട് കിട്ടി, ഊരാളുങ്കലിന്റെ സന്തതിയായിട്ടുള്ള IISന് അത് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ തന്നെ ശുദ്ധമായ തട്ടിപ്പ്. നമ്മൾ ശ്രദ്ധിക്കണം. 1925 സ്വാമി വാഗ്ഭടാനന്ദൻ ഹിന്ദു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റി. അന്നേരം ഒരു ഹിന്ദു സന്യാസി തുടങ്ങിയ ഒരു സ്ഥാപനം ഹിന്ദു സ്വാമിമാരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വളർത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിറകിലുള്ള വളരെ കൃത്യമായ ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥ രചിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ മകളുണ്ട്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള CM രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഈ CM രവീന്ദ്രനാണ് കേരളത്തിലെ ഈ ഊരാളുങ്കലിനെ നിയന്ത്രിക്കുന്നതൊക്കെ. വഴിവെക്കിലെ പുല്ലുവെട്ട് തൊട്ട് ശതകോടികളുടെ വരെ കോൺട്രാക്റ്റുകൾ 10% ലിവറേജോട് കൂടി
കൂടി ഊരാളുങ്കലിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിലുള്ള തിരക്കഥ വലുതാണ്, അതിന്റെ പിറകിലുള്ള കമ്മീഷൻ വലുതാണ്, അതിന്റെ പിറകിലുള്ള അഴിമതി വലുതാണ്. അതൊക്കെ ആ തിരക്കഥ തയ്യാറാക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സാമൂഹ്യ നീതിയൊന്നും അവരെ സംബന്ധിച്ചില്ല. ഇവര് തൊഴിലാളി ആധിപത്യം അല്ലെ തൊഴിലാളി സ്നേഹമൊക്കെ പറയുമല്ലോ. ശ്രീ ശ്യാംരാജ് പറഞ്ഞതുപോലെ അദാനി ഇതുവരെ വെറുക്കപ്പെട്ടവനായിരുന്നു, ഇന്ന് അദാനിയുടെ പണം വേണം. ശബരിമലയിലെ ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമം നടത്താൻ അദാനിയുടെ പൈസ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് എത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതിന്റെ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാളെ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ ജാതകം ഇന്ന് എഴുതുന്നതിന് തുല്യമായ നടപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തും. അയ്യപ്പ സംഗമവും നടന്നു കഴിഞ്ഞ് ആട് കടന്നെടുത്ത് പൂട പോലും ഇല്ലാത്ത അവസ്ഥയിൽ കൃഷ്ണരാജ് താങ്കൾ നോക്കൂ, ഒരു സ്പോൺസർഷിപ്പ് ഒരാൾ കൊടുക്കുമ്പോൾ അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അയ്യപ്പ സംഗമം നടക്കുന്ന വേദിയിൽ ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസേഡ് ബൈ സോ ആൻഡ് സോ, അത്തരത്തിലുള്ള ഒരു ബോർഡോ ഹോർഡിങ്സോ ഒക്കെ അവർ സ്ഥാപിക്കും. അതിനെയാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ മോക്ഷത്തിന് വേണ്ടി ഒരു മുതലാളിയും ഒരു സ്ഥാപനവും യാതൊരു വിധമായ സ്പോൺസർഷിപ്പും ചെയ്യാറില്ല. പക്ഷെ ഇതാണ് കേരളത്തിലെ ഈ ദേവസ്വത്തിന്റെ പ്രസിഡന്റിന്റെ ഒരു അധപ്പതനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വസ്തുത നമ്മൾ നോക്കണം. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെമ്പാടും തന്നെ എത്രയോ വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചു. എത്ര ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മുടക്കിയത് നമ്മൾ നോക്കുമ്പോൾ അയ്യപ്പനെ അല്ല ബ്രാൻഡ് ചെയ്തത്. ഇതിന്റെ മറവില് നമ്മളുടെ ദേവസ്വം മന്ത്രിയെയും മുഖ്യമന്ത്രിയുമാണ് ഇത് മാർക്കറ്റ് ചെയ്തതും അല്ലെങ്കിൽ പെരുപ്പിച്ച് കാണിച്ചതും. പക്ഷെ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള പിണറായി വിജയൻ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആധ്യാത്മിക പ്രതീകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാമി അയ്യപ്പന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടി, അതിനുവേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിരുന്നല്ലോ. വാസവനും ബാക്കി കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് സ്പോൺസർഷിപ്പിന് വേണ്ടി ഒരു സബ് കമ്മിറ്റിയും ഉണ്ടായിരുന്നു. ആ സ്പോൺസർഷിപ്പിന്റെ ഒരു സബ് കമ്മിറ്റി കേരളത്തിലെ ഇത്ര ഘടാഘടിയന്മാരായിട്ടുള്ള മന്ത്രിമാർ ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് 8 കോടി രൂപ അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ടാണ് വാസവന്റെ വകുപ്പിൽപ്പെട്ട 3 ഡിപ്പാർട്ട്മെന്റുകളെ കൊണ്ട് മാത്രം സ്പോൺസർ ചെയ്യിപ്പിച്ചത്? അതുകൊണ്ട് ഇതിനകത്ത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും പൊതുസമൂഹത്തിന്റെ അഭിപ്രായവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് 8 കോടിയുടെ സ്ഥാനത്ത് ഇവർ 80 കോടി രൂപ ഇതിന്റെ മറവിൽ പിരിച്ചു കാണും. കള്ളക്കണക്ക് എഴുതാൻ അറിയാത്തത് കൊണ്ട്, മോഷ്ടിക്കാൻ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ. കള്ളക്കണക്ക് എഴുതാൻ ഇവരെ സഹായിക്കുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആൾക്കാര് ഈ കള്ളക്കണക്ക് എഴുതേണ്ട സമയമായപ്പോ ജയിലിലായിപ്പോയി. അതുകൊണ്ടാണ് ഈ 140 ദിവസം എടുത്തിട്ട് കള്ളക്കണക്ക് എഴുതാൻ പോലും അറിയാൻ വയ്യാത്ത വ്യക്തികളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ എത്രമാത്രം അധപ്പതനമാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. അതാണ് ഞാൻ കണക്കുകളിലേക്ക് വരേണ്ടതുണ്ട്.